പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിന്റെ പുതിയൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം എങ്ങനെയാണ് തുടങ്ങുക, എന്ത് അടിസ്ഥാനത്തിലാണ് തുടങ്ങുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ലാഭം നഷ്ടവും പങ്കുവെക്കാം എന്ന നിബന്ധനയോട് കൂടിയിട്ടാണ് ഒരു പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നത്. അതിൽ അഡ്മിഷൻ എടുക്കുന്നവരെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി രണ്ടോ മൂന്ന് പേരോ അടങ്ങിയ ഒരു സ്ഥാപനത്തിലേക്ക് പുതിയ ഒരു പങ്കാളിയെ ചേർക്കുമ്പോൾ എന്തെല്ലാം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടി വരിക? ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതില് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാല് പുനർസംഘടന, അതല്ലെങ്കിൽ പുനർനിർമ്മാണം എന്നൊക്കെ പറയും. ഓക്കെ, അതായത് ഓൾറെഡി നിലവിലുള്ളതിൽ ഒരു മാറ്റം വരുത്തുക. നിലവിലുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പകരം എന്താണ് പുതിയത്. കാരണം നിലവില് 2 പേര് മാത്രമുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു, അതിലേക്ക് പുതിയൊരു പങ്കാളി കൂടി വരുന്നു. അപ്പൊ എന്താണ് അതില് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? റേഷ്യോയില് അവര് ലാഭം വീതിക്കുന്ന അനുപാതത്തില് മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ അവർ എഗ്രിമെന്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള ഒരു എഗ്രിമെന്റ് എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുന്നു? പുതിയ ഒരു എഗ്രിമെന്റ് ആണ്. 3 പേരും കൂടിയുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതുവരെ 2 പേരുള്ള എഗ്രിമെന്റ് ആയിരുന്നു, അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുന്നു? പുതിയ ഒരു എഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് പിന്നീട് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനഃസംഘടന എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതില് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. നോക്കാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിന്റെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ്. അവിടെ എന്തുണ്ടാവും? നിലവിലെ എഗ്രിമെന്റിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നിലവിലെ എഗ്രിമെന്റിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 പേരുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു, അതിലെന്തായി? ഒരാൾ കൂടി എൻട്രി ചെയ്യുന്നു. എന്തായി? നിലവിലെ എഗ്രിമെന്റ് നമ്മൾ ക്ലോസ് ചെയ്യും, പകരം എന്താണ്? പുതിയ ഒരു എഗ്രിമെന്റ് ആണ്. അതാണ് ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ്. നിലവിലെ എഗ്രിമെന്റിന് മാറ്റം സംഭവിക്കുന്നു. ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താണ്? അനുപാതം, ലാഭം പങ്കുവെക്കേണ്ട അനുപാതത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പേര് തമ്മിൽ ഷെയർ ചെയ്തിരുന്നതാണ്, പകരം എന്തായി? പുതിയൊരു അഗ്രിമെന്റിൽ പുതിയ ഒരു റേഷ്യോ ആണ്, മൂന്നാമത് ഒരാളെ കൂടി അല്ലെങ്കിൽ പുതിയ ആളെ കൂടി പരിഗണിച്ചുകൊണ്ട് എന്നുള്ളത്. നെക്സ്റ്റ്, എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് കംസ് ടു ആൻ എൻഡ്. എന്താണ്? നിലവില് ഉള്ള അഗ്രിമെന്റ് പുതിയ ആളെ ചേർക്കുന്നതോട് കൂടി നിലവിലെ അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു, അവസാനിക്കുന്നു എന്നുള്ളത്. പകരം അവിടെ എന്ത് വരുന്നു? എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് ഓഫ് ആയിട്ട് അവിടെ എന്ത് വരുന്നു? പുതിയ ഒരു അഗ്രിമെന്റ് ആണ് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ്, ന്യൂ അഗ്രിമെന്റ് ഈസ് ഫോംഡ്. പുതിയൊരു അഗ്രിമെന്റ് നിലവിൽ വരുന്നു. ബിസിനസ് വിൽ കണ്ടിന്യൂ. ഇതാണ് ഒരു റീകോൺസ്റ്റിറ്റ്യൂഷണൽ ഫേമിൽ നടക്കുന്നു എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ്. നിലവിലെ അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു? മാറ്റത്തിന് വിധേയമാകുന്നു. ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭം വീതിക്കുന്ന അനുപാതം മാറുന്നു. എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് കംസ് ടു ആൻ എൻഡ്. നിലവിലെ അഗ്രിമെന്റ് അവസാനിക്കുന്നു. ന്യൂ അഗ്രിമെന്റ് ഈസ് ഫോംഡ്. പുതിയ അഗ്രിമെന്റ്, പുതിയ പങ്കാളിയോട് കൂടി പുതിയ അഗ്രിമെന്റ് മുന്നോട്ട് വെക്കുന്നു. ദെൻ ബിസിനസ് വിൽ കണ്ടിന്യൂ. ബിസിനസ് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നിലവിലെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് സംരംഭം, ഒരു പാർട്ട്ണർഷിപ്പ് സംരംഭം തുടങ്ങിയിട്ടുണ്ടാവുക. ആ അഗ്രിമെന്റിൽ മാറ്റം വരുന്നവയാണ് നമ്മൾ എന്ത് പറയുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. നോക്കാം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ആ മാറ്റങ്ങൾ ഉണ്ടാവുക.
മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ആ ഒരു പുനഃസംഘടന, പുനർനിർമ്മാണം, നിലവിലെ എഗ്രിമെന്റ് നമ്മൾ നിർത്തിയിട്ട് അവസാനിപ്പിച്ച് പകരം പുതിയ ഒരു എഗ്രിമെന്റ് കൊണ്ടുവരുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഒന്ന്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. എന്താണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഒന്നാമത്തെ മാറ്റമായിട്ട് പറയുന്നത്. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് എന്താണ് പഴയ എഗ്രിമെന്റ് എന്താണ് അവസാനിക്കുകയും പകരം എന്ത് വരുന്നു, അവിടെ ഒരു പുനഃസംഘടന, പുനർനിർമ്മാണം വരുന്നു എന്നുള്ളത്. ഒരു പുതിയ എഗ്രിമെന്റ് അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് മുന്നോട്ട് പോവുക എന്നുള്ളത്. എ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് വിത്ത് ദി കൺസെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലെ പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടിയാണ് പുതിയ ഒരാളെ നമ്മൾ ചേർക്കുക. കൺസെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതം എന്നാണ്. അപ്പൊ കൺസെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഇപ്പൊ എയും ബിയും ഉണ്ട്. എയും ബിയും സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരാളെ സിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോ അഡ്മിഷൻ നടന്നിട്ട് അവിടെ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു എന്ന് പറയാം. മറ്റൊന്ന്, ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിലവില് 3:2 എന്ന അനുപാതത്തിൽ പങ്കിടുന്ന ആളുകാരാണ്. അവരെന്ത് പറയുന്നു, ഈക്വൽ ആയിട്ട് വീതിക്കാമെന്ന് പറയുന്നു. 1:1 തുല്യമായി ലാഭം പങ്കിടാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിലവിലെ എഗ്രിമെന്റ് അവസാനിക്കുന്നു, പകരം എന്താണ് പുതിയ ഒരു എഗ്രിമെന്റ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതും എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു വിഭാഗമാണ്. മറ്റൊന്ന്, റിട്ടയർമെന്റ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവില് എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു. അപ്പൊ എന്താണ് നിലവിലെ എഗ്രിമെന്റ് അവസാനിക്കുകയും പകരം എന്താണ് ആരെയാണോ ബാക്കി നിൽക്കുന്നവരെ അവർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് മുന്നോട്ട് പോകുന്നു പുതിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത്. മറ്റൊന്ന്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പങ്കാളി മരിക്കുന്നു. നിലവിലെ ഒരു പങ്കാളി മരിക്കുകയാണെങ്കിലും അയാൾ മരണശേഷം മറ്റുള്ളവര് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ എന്താണ് അതും ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത്. അപ്പോ റീകോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അതിന്റെ രീതികൾ, അല്ലെങ്കിൽ അത് സംഭവിക്കാവുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ. മറ്റൊന്ന്, ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. മറ്റൊന്ന്, റിട്ടയർമെന്റ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, റിട്ടയർമെന്റ്. മറ്റൊന്ന്, ഡെത്ത് ഓഫ് പാർട്ട്ണർ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് 2 സ്ഥാപനങ്ങൾ കൂടിയിട്ട്, 2 പാർട്ട്ണർഷിപ്പ് ഫേമുകൾ കൂടിയിട്ട് ഒന്നാവുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ, അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നാലും അവിടെയും എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് ആ ഒരു ടേമുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി ഏതൊക്കെ സമയത്താണ്. ഒന്ന്, അഡ്മിഷൻ ചേർക്കുക. റിട്ടയർമെന്റ് പിരിഞ്ഞു പോവുക. ഡെത്ത് ഒരാൾ മരിക്കുക. മറ്റൊന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ദെൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഈ ഒരു കാര്യത്തില് നമ്മള് 4 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ എടുത്തു പറഞ്ഞു. അഡ്മിഷന്, റിട്ടയർമെന്റ്, ഡെത്ത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ കാരണമാകുന്ന ഒന്നാമത്തെ കാര്യമാണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പങ്കാളിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഇൻക്ലൂഡ് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ എയും ബിയും എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ് ഉണ്ട് അവിടെ. പകരമായി നമ്മൾ അവർക്ക് പുറമെ, പകരമായിട്ടല്ല അവർക്ക് പുറമെ, എയും ബിയും ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണറെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് വെൻ ദേ റിക്വയർ. നമ്മൾക്ക് ഒരു ആവശ്യം ഉണ്ടാവണം, നമ്മുടെ സ്ഥാപനത്തിന് ഒരു ആവശ്യം, നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന് എന്തോ ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ പാർട്ട്ണറെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്,
അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. നിലവിലെ ക്യാപിറ്റൽ രണ്ടുപേരും എയും ബിയും ക്യാപിറ്റൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം, വികസിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ആ ഫണ്ട് നമുക്ക് നൽകുന്നതാണ് ഒരു പുതിയ പാർട്ണറെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കൂടി നമുക്ക് ലഭിക്കും. ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതാണ് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യം വന്നാൽ നിലവിലുള്ള പങ്കാളികൾക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടാവുകയും അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യം വരികയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. മറ്റൊന്ന് മാനേജീരിയൽ ഹെൽപ്പ്. നമ്മുടെ ബിസിനസ് സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുകയാണ്, രണ്ട് പാർട്ട്നേഴ്സിന് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. പകരം എന്ത് ചെയ്യാം? പകരമല്ല, അപ്പോ എന്ത് ചെയ്യാം? ഒരു പാർട്ട്ണറെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. അപ്പോ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് രണ്ടേ കാരണങ്ങളാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒന്ന്, മാനേജീരിയൽ ഹെൽപ്പ് ആവശ്യമായി വന്നാൽ ഒരാളെ ചേർക്കാം, അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വന്നാൽ ഒരാളെ ചേർക്കാം. അപ്പോ എപ്പോഴൊക്കെയാണ് ഒരു പാർട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വന്നാൽ, അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ ഹെൽപ്പ് ആവശ്യമായി വന്നാൽ എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ രണ്ടും ശ്രദ്ധിക്കാം. ഇത് രണ്ടും ആണെങ്കിലും ഒരു പാർട്ണറെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൺസെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലെ പാർട്ട്നേഴ്സ് എല്ലാവരോടും സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പുതിയ പാർട്ട്ണറെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത്. A new partner is admitted with the consent of existing partner. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ആണത്. ഒരു പുതിയ പാർട്ണറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലെ പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അവരെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. A new agreement is entered into carry to the business of the firm. അപ്പോ പുതിയ പാർട്ണറെ കൊണ്ടുവരികയും ആ പാർട്ണറുമായിട്ട് ഒരു പുതിയ അഗ്രിമെന്റ് മുഖേനയാണ് ബിസിനസ് പിന്നീട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ പുതിയ പാർട്ണർ വരുന്നു, അവിടെ എന്തുണ്ടാവുന്നു? ഒരു പുതിയ അഗ്രിമെന്റ് ഉണ്ടാവുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്കറിയാം മൈനർ. നമുക്ക് പ്രായപൂർത്തിയാവാത്ത ആളുകളെ നമ്മൾ എന്ത് പറയാ? മൈനർ എന്ന് പറയുന്നത്. ഇപ്പൊ പൊതുവെ മൈനറുമായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. ഓക്കെ, കാരണം എപ്പോ എന്താണ്? മൈനറുടെ കൂടെയാണ് ഗവൺമെന്റും ലോയും എല്ലാം നിൽക്കുന്നത്. നിയമമൊക്കെ എന്തായിരിക്കും? ആ മൈനർക്ക് സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ അവരുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാല്, എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനറെ പാർട്ട്ണർ ആയിക്കാണ്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമ്മളൊരു പാർട്ട്ണറെ നമ്മള് പാർട്ട്ണർഷിപ്പിൽ ചേർത്താൽ അയാൾക്ക് എന്താണ്? നമ്മളെ നഷ്ടത്തിലൊന്നും അയാൾ ഉൾപ്പെടില്ല. നഷ്ടം വന്നാൽ അയാൾ സഹിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ലാഭം ഉണ്ടായാലോ അയാൾക്ക് നൽകേണ്ടി വരും. അതാണ് ബെനിഫിറ്റ്. ഓക്കെ, നമ്മുടെ ബിസിനസ് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ, ബെനിഫിറ്റിന് ആൾക്ക് എന്ത് ചെയ്യാം? പങ്കാളികളാവാം. ഓക്കെ, അതായത് ലാഭം ഉണ്ടെങ്കിൽ അയാൾക്കും മൈനർക്കും കൊടുക്കേണ്ടി വരും. പക്ഷെ നഷ്ടം വന്നാൽ എന്താണ്? മൈനർ അത് സഹിക്കില്ല എന്നുള്ളത്. In that case, minor's liability is limited to the capital contributed by him. Then മൈനറുടെ ലാബിലിറ്റി, ബാധ്യത എത്രത്തോളം ആയിരിക്കും? അയാൾ എത്രയാണോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് മാത്രമായിരിക്കും. ഇപ്പൊ ആള് 10,000 രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്, അതിന്റെ പുറത്തേക്ക് എന്താണ്? അയാൾക്ക് ഒരു ലാബിലിറ്റിയും ഇല്ല എന്നുള്ളത്. എന്നാൽ ലാഭം ഉണ്ടാവുകയാണെങ്കിലോ അയാൾക്ക് കൊടുക്കുകയും വേണം. അപ്പൊ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു ലാബിലിറ്റിയും എന്താണ്? ആ ഒരു മൈനർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് ഒരു മൈനറെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. അയാൾക്കുള്ള ലാബിലിറ്റി എന്ത് മാത്രമായിരിക്കും? അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് മാത്രമായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു പുതിയ പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പുതിയ പാർട്ണർ നമ്മളെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെല്ലാം അവകാശങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൽ ലഭിക്കുക? നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിലേക്ക് പുതിയൊരു പാർട്ണർ എന്ത് ചെയ്യുന്നു? എൻട്രി ചെയ്യാണ്. അപ്പൊ അയാൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് നമ്മളെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്വയർ 2 മെയിൻ റൈറ്റ്സ്.
രണ്ട് പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് ഇയാൾക്ക് ലഭിക്കുക എന്നുള്ളത്. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. അപ്പോ സ്ഥാപനത്തിന്റെ അസറ്റിലെ ഒരു ഷെയർ, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്. അപ്പൊ അസറ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിലെ ഒരു പങ്ക് അത് ആർക്കുള്ളതാണ്? ഈ ഒരു പുതിയ പാർട്ണർക്കുണ്ടായിരിക്കും. അപ്പൊ നിലവിൽ എത്രയാണോ അസറ്റ് ഉള്ളത് അതില് സപ്പോസ് അത് വീതിക്കുകയാണെങ്കിൽ അതിലൊരു പങ്ക് ആർക്കുണ്ടാകും? നമ്മുടെ പുതിയ പാർട്ണർക്കുണ്ടായിരിക്കും. റൈറ്റ് ടു ഷെയർ ദ അസറ്റ്. അങ്ങനെ അസറ്റിൽ അയാൾക്ക് ഒരു അവകാശം കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് സ്ഥാപനത്തിന് നൽകണം? ഹി ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ബിസിനസ്സിലേക്ക് അയാള് ക്യാപിറ്റൽ, മൂലധനം കൊണ്ടുവന്നാൽ അയാൾക്ക് എന്ത് അവകാശം ലഭിക്കും? സ്ഥാപനത്തിന്റെ അസറ്റിന്റെ മേലെ അയാൾക്കും ഒരു അധികാരം ഉണ്ടായിരിക്കും, അയാൾക്കും ഒരു അവകാശം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അയാൾക്ക് എന്ത് കിട്ടും? ഷെയറിന്റെ അസറ്റിന്റെ മുകളിൽ ഒരു അവകാശം കിട്ടുമെന്നുള്ളത്. ഓക്കെ. രണ്ടാമത്, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്. ലാഭത്തിലെ ഒരു അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ ലാഭം പങ്കുവെക്കുമ്പോൾ അയാളെയും കൂടെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അങ്ങനെ ലാഭം പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ അയാൾ നൽകേണ്ട ഷെയർ എന്താണ്? ഷെയർ ഓഫ് ഗുഡ് വിൽ എന്നുള്ളത്. ഗുഡ് വില്ലിന്റെ ഒരു പങ്ക് നൽകണം എന്നുള്ളത്, ഷെയർ ഓഫ് ഗുഡ് വിൽ എന്നുള്ളത്. അപ്പോ നോർമൽ കേസിൽ ഒരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ രണ്ട് കാര്യങ്ങൾ, രണ്ട് എമൗണ്ടുകളാണ് ബിസിനസ്സിലേക്ക് അടക്കേണ്ടത്. അതിൽ ഒന്ന് ഷെയർ ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരണം, മറ്റൊന്ന് ഷെയർ ഓഫ് ഗുഡ് വിൽ. പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരു പാർട്ട്ണറെ നമ്മൾ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒന്ന്, അയാൾ കൊണ്ടുവരേണ്ടത് ക്യാപിറ്റൽ. എത്രയാണോ ബിസിനസ് പറയുന്നത് ആ ക്യാപിറ്റൽ കൊണ്ടുവരണം എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ എത്രയാണോ കൊണ്ടുവരുന്നത് ആ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരണം. ഒന്ന്. രണ്ടാമത്തത് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ ആണത്. ബിസിനസിന്റെ റെപ്യൂട്ടേഷന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയാ? ഗുഡ് വിൽ. അത് കണക്കാക്കാൻ പല രീതികളുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പാർട്ട്ണർ എത്ര കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ എമൗണ്ട് എന്ത് ചെയ്യണം? അയാൾ ഗുഡ് വിൽ ആയിട്ടും കൊണ്ടുവരണം. രണ്ട് കാര്യങ്ങള്, ക്യാപിറ്റൽ കൊണ്ടുവരണം, ഗുഡ് വില്ലും കൊണ്ടുവരണം. ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അയാൾക്ക് എന്ത് ഷെയറിന്റെ മേലെ കിട്ടും? എന്ത് റൈറ്റാ കിട്ടുക? അയാൾക്ക് റൈറ്റ് ടു ഷെയർ ദ അസറ്റ്. അസറ്റിന്റെ മുകളിൽ ഒരു അവകാശം ഉണ്ടായിരിക്കും. ഗുഡ് വിൽ കൊണ്ടുവന്നാൽ അയാൾക്ക് എന്ത് അവകാശം കിട്ടുക? റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്. ലാഭത്തിൽ ഒരു അവകാശം കിട്ടും. ഇങ്ങനെ രണ്ട് അവകാശങ്ങളാണ്. ഏതൊക്കെയാണത്? റൈറ്റ് ടു ഷെയർ ദ അസറ്റ്, അസറ്റിന്റെ മുകളിൽ ഒരു അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ്? ലാഭത്തിന്റെ മുകളിലും അവകാശം ഉണ്ടായിരിക്കും. അയാൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ക്യാപിറ്റൽ, അതുപോലെ ഗുഡ് വിൽ. Then, accounting treatment required at the time of admission of a partner. ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ, ഉൾപ്പെടുത്തുമ്പോൾ എന്തെല്ലാം അക്കൗണ്ടിംഗ് ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അക്കൗണ്ടിംഗിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അക്കൗണ്ടിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, റെക്കോർഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ണർ എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് അതെന്ത് ചെയ്യാം? അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ ഒന്നാമത്തെ ഡ്യൂട്ടി എന്നുള്ളത്. രണ്ട്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇപ്പോ ഈ ഒരു പുതിയ പാർട്ണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റേഷ്യോ, ഇയാളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ റേഷ്യോ, പുതിയ അനുപാതം കണക്കാക്കണം. മാത്രമല്ല സാക്രിഫൈസിംഗ് റേഷ്യോ, സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ത്യാഗം ചെയ്യാം, ത്യജിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു പുതിയ പാർട്ണറെ ചേർക്കുമ്പോ നിലവിലെ പാർട്ട്നേഴ്സ് എന്താണ്? അവർക്ക് ലഭിക്കേണ്ട ലാഭത്തിന്റെ ഒരു പങ്കാണ് ആർക്ക് പോകുന്നത്? പുതിയ പാർട്ട്ണർക്ക് പോകുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു സാക്രിഫൈസ് വരുന്നുണ്ട്. അപ്പൊ ആ റേഷ്യോ ഏത് അനുപാതത്തിലാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 30,000 രൂപയാണ് നോർമൽ കേസിൽ ഒരു വർഷം ഒരു സ്ഥാപനത്തിന് ലാഭം ലഭിക്കുന്നതെന്ന് വിചാരിക്കാം. 30,000 രൂപയാണ്. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്, ഈക്വൽ, തുല്യ പങ്കാളികളാണ്. അപ്പൊ അവര് 15,000 അങ്ങനെയാണ് അത് ലാഭം വീതിക്കുന്നത്. എന്നാൽ സി എന്ന് പറഞ്ഞ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് എൻ്റർ ആവുകയും ശേഷത്തെ അവരുടെ ലാഭം വീണ്ടും അവർ പറഞ്ഞു 3 പേർക്കും തുല്യമായി വീതിക്കാം.
അടുത്ത വർഷം ലഭിച്ചു 30,000 രൂപ. പക്ഷെ അപ്പോ വീതിക്കും എങ്ങനെയാണ്? 10,000 വെച്ചിട്ടാണ് 3 പേർക്കും. അപ്പോ മുൻപത്തെ കഴിഞ്ഞ വർഷത്തെ ലാഭവീതവും ഈ വർഷത്തെ ലാഭവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം 15,000 ലഭിച്ചിരുന്ന സ്ഥലത്ത് ഈ വർഷം അവർക്ക് എത്ര ലഭിക്കുന്നുള്ളൂ? 10,000. അപ്പൊ അവരുടെ ലാഭത്തിൽ എന്താണ്? ഒരു കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്തോ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്. ആ അനുപാതം എത്രയാണ് അത് കണക്കാക്കണം. അപ്പോ പുതിയ റേഷ്യോ കണക്കാക്കണം, അതുപോലെ തന്നെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോയും കണക്കാക്കണം. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ റീവാലുവേഷൻ ഓഫ് അസെറ്റ് ആൻഡ് ലാബിലിറ്റി. നിലവിലെ അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യുക. അതിലെ പുതുക്കിയ വില, വിലയിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, ആ മാറ്റം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വില കാണിക്കുക. റീവാലുവേഷൻ ഓഫ് അസെറ്റ് ആൻഡ് ലാബിലിറ്റി. റീവാലുവേഷൻ അല്ലെ, നമ്മൾ പൊതുവെ നമ്മുടെ എക്സാമിനൊക്കെ നമ്മൾ പറഞ്ഞ ടേമാണ് റീവാലുവേഷൻ എന്നുള്ളത്. അതേ ടേമാണ് റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റി. അസറ്റും ലാബിലിറ്റി റീവാല്യൂ ചെയ്യുക എന്നുള്ളത്. അതിന്റെ അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ ലാഭമോ നഷ്ടമോ നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് റിസർവ്. ഇതുവരെ വിതരണം ചെയ്യാത്ത, അക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുക, അതായത് ഇതുവരെ വിതരണം ചെയ്യാത്ത ലാഭമോ റിസർവോ നഷ്ടമോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഒരു അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിതരണം ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? അത് നമ്മൾ അക്കൗണ്ടിൽ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഏതൊക്കെയാണ്? റെക്കോർഡിംഗ് ഓഫ് ക്യാപിറ്റൽ, കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ, ഗുഡ് വിൽ കാൽക്കുലേഷൻ, റീവാലുവേഷൻ ഓഫ് അസെറ്റ് ആൻഡ് ലയബിലിറ്റി, distribution of accumulated profit, loss and reserve, adjustment of partners capital. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്നത് അഡ്മിഷൻ ആണ്. അതിൽ ഈ 6 കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം റെക്കോർഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ന്യൂ പാർട്ട്നേഴ്സ്. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. When the new partner bring agreed amount or asset for capital. ഇപ്പൊ ക്യാപിറ്റൽ ആയിക്കാണ് എന്ത് കൊണ്ടുവരാം? ക്യാഷ് കൊണ്ടുവരാം, അല്ലെങ്കിലോ അസറ്റ് കൊണ്ടുവരാം. രണ്ടാണെങ്കിലും എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യാനുള്ളത്? അപ്പോ ക്യാഷ് ഓർ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷോ അസറ്റോ എന്താണ് കൊണ്ടുവരുന്നത് അത് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റിൽ എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ഇതാണ് ഒന്നാമത് റെക്കോർഡിംഗ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ ചെയ്യേണ്ടത്? എന്താണോ കൊണ്ടുവന്നത് ഡെബിറ്റ് ചെയ്യാം ടു ആളുടെ പേര്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അനു ആൻഡ് ബാലു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. 5:3 അവർ ഷെയർ ചെയ്യുന്നത്. രമേശ് ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ. ഒരു രമേശ് എന്ന് പറഞ്ഞ പുതിയ ആളെ അഡ്മിറ്റ് ചെയ്തു. ഹി ബ്രിങ്സ് ഇൻ ₹70,000 ആസ് ഹിസ് ക്യാപിറ്റൽ. ക്യാപിറ്റലിലേക്കാണ് 70,000 കൊണ്ടുവന്നു. ഇതാണ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇതാണ് നടന്ന കാര്യം. അതിന് എൻട്രി എന്താ വരിക? ഇയാൾ കൊണ്ടുവന്നത് എത്രയാണ്? 70,000 എമൗണ്ട് ആണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് 70,000. ആരെ കൊണ്ടുവന്നത്? രമേശ് ആണ്. ടു രമേശ് ക്യാപിറ്റൽ അക്കൗണ്ട് 70,000. ഇതാണ് എൻട്രി വരിക. എൻട്രി ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. നമുക്കറിയുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് കൊണ്ടുവരുന്ന എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രമേശ് ക്യാപിറ്റൽ 70,000. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ. നമുക്ക് 6 കാര്യങ്ങളാണുള്ളത്. റെക്കോർഡിംഗ് ക്യാപിറ്റൽ, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അതുപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക, റീവാലുവേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് റിസർവ്, ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതില് ഒന്നാമത്തെ കാര്യം റെക്കോർഡിംഗ് ക്യാപിറ്റൽ. അതാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. റെക്കോർഡിംഗ് ക്യാപിറ്റൽ വരുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രമേശ് ക്യാപിറ്റൽ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ അക്കൗണ്ടിങ്ങിൽ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഒരു പാർട്ട്ണർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു പാർട്ട്ണർ കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ്, ഒരു മൈനറെ പാർട്ട്ണർ ആക്കിയാൽ എന്താണ് സംഭവിക്കുക, ദെൻ ഒരു പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അക്കൗണ്ടിങ് അറേഞ്ച്മെന്റുകൾ എന്തൊക്കെയാണ്,
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്.